എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട്, അതായത് ഒരു മാസത്തിൽ കൂടുതലായി. പ്രത്യേകിച്ച് ചെയ്യാത്ത കാരണമെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് മാർക്കറ്റ് ബിറ്റ് കോയിൻ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി, അതുകൊണ്ട് നല്ല രീതിയിൽ ഡംപായി. ഈ ഒരു അവസ്ഥയിൽ ആ ഒരു ബിറ്റ് കോയിൻ പമ്പായപ്പോൾ ഒന്ന് വലിയ രീതിയിൽ അന്ന് ഒരു ചെറിയ രീതിയിൽ ഒരു 10% പമ്പായ ആൾട്ട് കോയിനുകൾ മിക്കതും. അതിനുശേഷം ബിറ്റ് കോയിൻ നല്ല രീതിയിൽ അവിടെ നിന്ന് ഒരു 73 പോയതിനു ശേഷം 56 നല്ല രീതിയിൽ ഒരു കറക്ഷൻ വന്നില്ലേ. അതിനുശേഷം ഈ ഒരു ആൾട്ട് കോയിനൊക്കെ അതിലും നല്ല രീതിയിൽ ഡമ്പായിരുന്നു. ഒരു 50% ആൾട്ട് കോയിൻ ഡമ്പായിട്ടുണ്ട്. ഓക്കെ, ഇത് ഏപ്രിൽ മാസം. അതിനുശേഷം ആൾട്ട് കോയിൻ ഒന്നും വലിയ രീതിയിൽ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആൾട്ട് കോയിൻ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുമോ, നിങ്ങളിപ്പം ബൈ ചെയ്യും ബൈ ദ ഡിപ്പ് എല്ലാവരും ഇപ്പോൾ ഇത് കേട്ട് മടുത്തിരിക്കുമായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡോട്ടിനെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഡോട്ടിൻ്റെ വില ഏപ്രിലൊക്കെ ആയപ്പോൾ $8 ഒക്കെ ഒന്ന് വന്നത്, $8.5 ഈ റേഞ്ച്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു ഇനിയിപ്പം ആൾട്ട് കോയിൻ ഒന്നും ഡമ്പാവില്ലെന്ന്. അപ്പോഴാണ് ബിറ്റ് കോയിൻ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ട് വീണതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഈ ഒരു ഡോട്ടൊക്കെ ഒരു $6 5.90 അത്രയും വരെ കണ്ട് എത്തി ഒറ്റയടിക്ക്. എല്ലാ സംഭവവും ഡോട്ട് മാത്രമല്ല, ആർബിട്രോ ആയാലും ARB ഉണ്ടല്ലോ, അതായത് 1.30 40 അങ്ങാണ്ടൊക്കെ എത്തിയ സാധനം 95 സെൻറ്റ് വരെയൊക്കെ എത്തി. അതുകൊണ്ട് പല സംഭവം എല്ലാം മാറ്റിക്കായാലും ഏത് പഴയതും ഇപ്പം കുറച്ച് മുമ്പൊക്കെ വന്ന പ്രൊജക്റ്റും അല്ല. പിന്നെ പുതിയതായിട്ട് ഒരു നോട്ട് കോയിനും സംഭവമൊക്കെ വന്നിട്ടുണ്ട്, അതിപ്പം മാർക്കറ്റിൽ പമ്പായിട്ടുണ്ട്. പിന്നെ അമ്മാർ കുറച്ച് ഉടായ്പൊക്കെ ആയിരുന്നു, കുറേ പേര് ടാപ്പ് ചെയ്ത് ഒരുപാട് ഇതുണ്ടാക്കിയിട്ടൊന്നും കിട്ടാത്തതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കിട്ടിയവർക്ക് എന്തെങ്കിലും ലക്കാണ്. നല്ല രീതിയിൽ ഒരു പ്രൈസും ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി. എനിക്കൊന്ന് 100 200 300 അല്ല അതിന് മേളിലൊക്കെ ഏണിംഗ് ഉണ്ടായി. പക്ഷേ പല പ്രൊജക്റ്റുകളും പുതിയതായിട്ട് വരുന്നത് അങ്ങനെ കിട്ടത്തതുമില്ല. പക്ഷേ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പം കിട്ടിയവർക്കൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി, അത് നല്ല രീതിയിൽ സന്തോഷമുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു മാർക്കറ്റ് എന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ ഡമ്പായിരിക്കുകയാണെന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ അത്ര രീതി മോശമല്ലാത്ത അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ആൾട്ട് കോയിൻ എല്ലാം പഴയ അവസ്ഥ തന്നെ, അതായത് 2022 23 ഒരു അവസ്ഥയൊക്കെ തന്നെ ആൾട്ട് കോയിൻ വീണ്ടും എത്തിയിട്ടുണ്ട്. നമുക്കറിയത്തില്ല ഇത് പമ്പാവോ ഇല്ലയോ എന്നൊന്നും. അതുകൊണ്ട് ബൈ ദ ഡിപ്പ് എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ബൈ ചെയ്യാം. അത് നിങ്ങളുടേതായിട്ട് റിസ്ക് എടുത്ത് നിങ്ങൾ വലിയൊരു എമൗണ്ട് ഒന്നും ഒരിക്കലും ഇടില്ല. $5 അല്ലെ $10 അത്രയൊക്കെ ബൈ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും അത് അടുത്ത മാസമോ അല്ലെ ഓരോ മാസം ഇത്ര നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോയിൻ, അത് ഏത് പ്രൊജക്റ്റോ ഒന്നുമില്ല, നിങ്ങളൊന്ന് നല്ലതായിട്ട് നോക്കുക. ഒരു ടോപ്പ് 100-ലുള്ളതും ടോപ്പ് 200-ലുള്ളതും ഒക്കെ ഒന്ന് നോക്കുക. ഓക്കെ, അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. മാർക്കറ്റ് ഇങ്ങനെയാണ്. ആൾട്ട് കോയിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. കിട്ടിയാൽ അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. ആൾട്ട് സീസൺ വരുമോയെന്ന് ചോദിച്ചാൽ ഒരുറപ്പുമില്ല. വന്നാൽ ഭാഗ്യം, ഇത്രയേ ഉള്ളൂ. അപ്പം ബിറ്റ് കോയിൻ എന്തൊക്കെയായാലും മൂവ്മെൻറ്റ് ഉണ്ടാകും. ബിറ്റ് കോയിൻ കയറും. ചിലപ്പോൾ ബിറ്റ് കോയിൻ നാളെ $1,00,000 അടിച്ചാലും ആൾട്ട് കോയിൻ ഈ പഴയതൊക്കെ സംഭവങ്ങളൊന്നും ഇനിയും വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകണമെന്നും ഇല്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.